അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോസിലേക്ക് സ്വാഗതം. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താണ് നമ്മൾ ഗസ്സിങ് നമ്പർ ഇടാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചാൻസ് നമ്പറുകളൊക്കെ ഇട്ടൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ലക്ഷ്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 5000ൻ്റെ ചാൻസ് നമ്പർ നോക്കി മാത്രം സമയം കളഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഇതിൻ്റെ ഒരുപാട് ഉയരങ്ങളിൽ എത്തിപ്പിടിക്കാനുണ്ട്. എൻ്റെ ഒരു ആഗ്രഹമാണത്. ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് നോക്കി ഫസ്റ്റ് പ്രൈസോ സെക്കൻഡ് പ്രൈസോ അങ്ങനെയൊക്കെ നമ്മൾ ഏകദേശം അന്നൊന്നും അറിഞ്ഞിരുന്നില്ല. ഒരു 4 നമ്പറോ അല്ലെങ്കിൽ 2 നമ്പറോ പോലും നമുക്ക് വരാത്ത രീതിയിൽ നമുക്ക് അറിയാത്തൊരു സംഭവം ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമുക്കൊന്നും അറിയില്ല, ലോട്ടറി എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെയൊക്കെ ട്രിക്ക് നോക്കിയിട്ട് വല്ല പ്രൈസ് കിട്ടിയിട്ടുണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് കമൻ്റൊക്കെ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. എന്താ കാരണം വെച്ചാൽ കിട്ടിയ ആൾക്കാരെന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട്, താങ്ക്സ് അങ്ങനെയൊക്കെ പറയാറൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ സന്തോഷം. അത്രയേ ഉള്ളൂ. നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 നമ്പർ നോക്കി വെറുതെ സമയം കളയാണ്ട് നമ്പറുകളിൽ ഫസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ സെക്കൻഡ് പ്രൈസൊക്കെ നമ്മൾ ഇപ്പോൾ ഏകദേശം ഇന്ന നമ്പറൊക്കെ 6 നമ്പറൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ആ വരുന്നത് എങ്ങനെയെന്നൊക്കെ നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അത്രയും നമ്മൾ ഏകദേശം അടുത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാര്യങ്ങൾ മൊത്തത്തിൽ നമുക്കതിൻ്റെ ഇതൊന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിലേക്ക് നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കണം, നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ നോക്കി അതിനിടയിൽ നമുക്ക് ചെറിയ ട്രിക്കുകളൊക്കെ കിട്ടും. അത് ഇതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് നമുക്ക് തോന്നുന്ന ഐഡിയകൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതൊരു ചെറിയ ട്രിക്കായിട്ട് വീഡിയോസായിട്ട് നമ്മൾ യൂട്യൂബിലത് അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ ആ ട്രിക്ക് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഉപകാരം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം അത് ഉപയോഗപ്പെട്ടിട്ടുള്ള ആൾക്കാർ മാത്രമേ അത് പറഞ്ഞിട്ട് പറയാറുണ്ടല്ലോ. അവർ അടിക്കുന്ന ആൾക്കാർ വിളിച്ച് പറയാറുമില്ല ചില ആൾക്കാർ. ചിലരൊന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നത്. ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ കളയുക. അതായത് കാശ് കളയുന്ന ആൾക്കാർക്കാണ്. അവർക്കെന്ന് വെച്ചാൽ ഇതൊന്നും നിൽക്കാൻ നേരമില്ല. എഴുതാനോ കുത്താനോ പിടിക്കാനോ ഒന്നും നേരമില്ല. അവർ നമ്മളൊരു ട്രിക്ക് പറയുന്നു, ഓടിപ്പോയി എന്തെങ്കിലുമൊക്കെ എഴുതി കൂട്ടുന്നു, കുറേ നമ്പറുകൾ ശേഖരിക്കുന്നു, പോയി എടുക്കുന്നു, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കാശ് പോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. പക്ഷേ ഇതിന് എന്നെപ്പോലെ തന്നെ ഞാൻ അങ്ങനെ ചിലപ്പോൾ ഇതുപോലെ ഒരുപാട് റിസൾട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ അങ്ങനെ കുത്തിയിരുന്ന് നോക്കുന്നത് പോലെ ചിലപ്പോൾ കുറച്ച് ആൾക്കാരെങ്കിലും എന്തായാലും നോക്കിയിരിക്കുന്നുണ്ടാകും, അത് ഉറപ്പാണ്. അപ്പോൾ അവർക്ക് നന്നായിട്ട് ഉപകാരപ്പെടും. അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പിടിവള്ളി ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് കിട്ടിയൊരു ഐഡിയ ഇങ്ങനെയാണ് എന്ന് വെച്ച് അവർ നോക്കുമ്പോൾ ശരിയാണല്ലോ എന്ന് വിചാരിച്ചാൽ അവരും നോക്കിയിട്ട് അവരൊരു ഐഡിയയിൽ പോവാണ്. അപ്പോൾ അവർക്കത് ഉപകാരപ്പെടും. അപ്പോൾ അവർക്കൊരു വഴി നമ്മൾ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ അതിലൂടെ പിന്തുടർന്ന് അവർക്ക് കുറച്ച് നമ്പർ കിട്ടുന്നു, അല്ലെങ്കിൽ അവർ അതിൻ്റേതായ രീതിയിൽ. പിന്നെ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഐഡിയകളും വല്ല നമ്പറുകളും ഈ പ്രൈം നമ്പർ എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാർ എന്നെപ്പോലെ തന്നെ. എനിക്കൊന്നും അറിയില്ല സത്യം പറഞ്ഞാൽ. പ്രൈം നമ്പർ എന്താണ്, കോമ്പോസിറ്റ് നമ്പറാണ്, ഇതൊന്നും എനിക്ക് അറിഞ്ഞിരുന്നില്ല. പിന്നീട് ഞാനായിട്ട് ഇങ്ങനെ അന്വേഷിച്ച് നമ്പറുകൾ 0 മുതൽ 9 വരെ ഉള്ളതിൽ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ കാര്യങ്ങൾ. അതായത് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവർ ഈ പ്രൈം നമ്പർ എന്ന് പേരിട്ട്, അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പർ എന്ന് എന്തിനാണ് പേരിട്ട്, അല്ലെങ്കിൽ സ്ക്വയർ നമ്പർ. അപ്പോൾ എന്തുകൊണ്ട് ഇതിനൊക്കെ ഓരോ പേരുകൾ വന്നു? അപ്പോൾ അതിനൊക്കെ ഒരു പ്രധാനമുള്ളത് കൊണ്ടാണല്ലോ അവനെ പേരിട്ടത് അവർ. അപ്പോൾ എനിക്ക് തോന്നിയത് എന്നാൽ പിന്നെ നമ്പറുകൾ എന്താണെന്നുള്ളത് ആദ്യം അറിയണമല്ലോ. അങ്ങനെയാണ് നമ്പറുകൾ കോമ്പോസിറ്റ് നമ്പർ, സ്ക്വയർ നമ്പർ, ക്യൂബ് നമ്പർ, ക്രഞ്ചിങ് നമ്പർ, അങ്ങനെ നമ്പറുകൾ ഒരുപാട്, കാപ്രേക്കർ നമ്പർ, അങ്ങനെ നമ്പറുകൾ ഒരുപാട് നമ്പറുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായ സ്ഥിതിക്ക് അത് അറിയാത്ത ആൾക്കാർക്കൊന്നും പറഞ്ഞു കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. അതാണ് നമ്മൾ ഒരുപാട് വീഡിയോസുകൾ ഇത് പ്രൈം നമ്പറാണ്, ഇല്ലെങ്കിൽ ഇത് കോമ്പോസിറ്റ് നമ്പറാണ്, അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പറിൽ. അതുപോലെ തന്നെ ഞാൻ ചെറുതായിട്ട് 1 മുതൽ 100 വരെയുള്ള 2 അക്ക നമ്പറുകളിൽ കോമ്പോസിറ്റ് നമ്പർ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഓരോ ഘടകങ്ങളുള്ളതുകൊണ്ടാണല്ലോ അത് ഇപ്പോഴും അതിൻ്റെ ഒരു മെത്തേഡിൽ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. വെറും 75 നമ്പറുള്ളൂ. 1 മുതൽ 100 വരെയുള്ള നമ്പറുകളിൽ വെറും 75 നമ്പറുള്ളൂ. അതൊരു കോമ്പോസിറ്റ് നമ്പർ, 3 അക്ക നമ്പറുകൾ. അതിൽ മിക്കപ്പോഴും ഒരു 00 വരുന്നത്. ഞാൻ ഉദാഹരണം പറഞ്ഞിട്ടുള്ള ഒരു നമ്പറായിരുന്നു 24. അതായത് 4ൽ 2 ഘടകമുണ്ട് എന്നുള്ളത് 42 മാത്രം കിട്ടിയിട്ടുണ്ടെങ്കിൽ 42 00 2004 04 20 അങ്ങനെ പല രീതിയിൽ അടിക്കുന്ന ആ ഒരു നമ്പർ. അത് മാത്രമല്ല അതിലുള്ള എല്ലാ നമ്പറും 20 47 ഇന്നലടക്കം വന്നിട്ടുള്ള 20 47 നോക്കിയാൽ അറിയാം. 4ൻ്റെ കൂടെ 2 ഉണ്ടാവും, 42ൻ്റെ കൂടെ 7 ഉണ്ടാവും, അതിലൊരു 0 എന്തായാലും വരും. അങ്ങനെയുള്ള മെത്തേഡൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തറിയാത്തവർക്ക്. എന്നിട്ടും അവർ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് തവണ അതിൽ പ്രൈസും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു 75 കോമ്പോസിറ്റ് നമ്പർ നോട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴും അടിച്ചു പോകുന്നൊരു മെത്തേഡാണ് അത്. അങ്ങനെ ഒരുപാട് ട്രിക്കുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ 9ൻ്റെ ട്രിക്ക് വെച്ചിട്ട് 10 ലക്ഷം ഉറുപ്പിക വരെ അടിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരാൾ. അതായത് അവർ താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് വിളിച്ചിട്ട്. അപ്പോൾ അത് നമ്മുടെ ട്രിക്ക് വെച്ച് കിട്ടിയതല്ലേ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ സന്തോഷം. അപ്പോൾ നമ്മൾ
ഇനി നമുക്ക് ഒരുപാട് എത്താനുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് നോക്കാനുണ്ട്. അല്ലാതെ ഇതല്ല. അപ്പോൾ നമ്മളതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഈ ചാൻസ് നമ്പർ നോക്കി നേരം കളഞ്ഞ് 5000 ഇങ്ങനെ യൂട്യൂബിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മളപ്പോൾ അവിടെ സ്റ്റോപ്പാവും. നമ്മളതിൽ തന്നെ ഒതുങ്ങിക്കൂടും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല. ഒരുപാട് ആൾക്കാർ യൂട്യൂബിൽ ചാൻസ് നമ്പർ ഇടുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇന്നലെ ഞാനാണ്ട് നമ്മളെ ഒരു സബ്സ്ക്രൈബറാണ്, ഒരു എന്താ പറയുക, നമ്മളെ ഈ വീഡിയോസൊക്കെ കാണുന്ന ഒരാളാണ്. ആളിനോട് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ചാൻസ് നമ്പർ ഇടാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഫോൺ വിളിച്ച് പറഞ്ഞ് എന്നാൽ ശരി നമ്മളെ ചാനലിലൂടെ അത് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാർ ഞാൻ ചാനലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. KL 369 എന്ന്. അതെനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. കാരണം അങ്ങനത്തെ ഒരു ലോട്ടറി ചാനലില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുത്താണ്. അപ്പോൾ അത് ആൾ പേരിട്ടിട്ടുണ്ട് KL 369. അപ്പോൾ നിങ്ങൾക്ക് ചാൻസ് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മളെ ട്രിക്കുകൾ ഉപയോഗിച്ച് ആൾ എന്തെങ്കിലും നമ്പർ ഇടുകയാണെങ്കിൽ ഇട്ടോട്ടെ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. KL 369 സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരും ഒരു പച്ച കളറിൽ. അത് സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ അമർത്തി വെച്ച് കഴിഞ്ഞാൽ ആളിടുന്ന വീഡിയോ നിങ്ങൾക്ക് വരും. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതുപോലെ വേറെ ഇഷ്ടംപോലെ ആൾക്കാർ ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ അത് അങ്ങനെയൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വരെയൊക്കെ പറ്റുള്ളൂ, അല്ലാതെ നമ്മളെന്ത് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് ഇപ്പം ഞാൻ ഒരുപാട് കാര്യങ്ങളിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കതിൽ ചെറിയ ചെറിയ ട്രിക്കുകളൊക്കെ കിട്ടും. അപ്പോൾ കിട്ടുന്ന ട്രിക്കുകൾ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു ചെറിയൊരു കാര്യമുണ്ട്. നിങ്ങളുടെ കയ്യിൽ പഴയ ലോട്ടറി ടിക്കറ്റുകൾ ഉണ്ടെങ്കിൽ ഒരിക്കലും കളയണ്ട. പഴയ ലോട്ടറി ടിക്കറ്റുകളുണ്ടല്ലോ, പഴയതാണ്. ചിലപ്പോൾ നമ്മൾ ഒരു 10 ദിവസം മുന്നത്തെ, അല്ലെങ്കിൽ 10-12 ദിവസം മുന്നത്തെ, അല്ലെങ്കിൽ ഇന്നത്തെ ലോട്ടറി പഴയതാണല്ലോ, ഇന്ന് നാളേക്ക് പിന്നെ പഴയത്. അപ്പോൾ അങ്ങനത്തെ ലോട്ടറികൾ അതൊന്നും കളയരുത്. അതിലൊരു ചെറിയൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ ആ ഐഡിയ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കൂട്ടത്തിൽ നിങ്ങൾ ഇതും കൂടി നോക്കുക. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ചാൻസ് നമ്പറൊന്നും ഇടാത്തതാണ്. നമുക്ക് കിട്ടുന്ന ട്രിക്കുകൾ ഇടുന്ന വീഡിയോസാണ്. MGT എന്ന് മാജിക് ട്രിക്ക് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു ട്രിക്ക് ഇടാം. അപ്പോൾ ലോട്ടറി പരമായിട്ടുള്ള ട്രിക്ക് മാത്രമേ ഞാനിതിൽ ഇടുള്ളൂ മിക്കപ്പോഴും. അപ്പോൾ അത് നിങ്ങൾ ഇഷ്ടപ്പെട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുക. അല്ലാത്തൊരു കമൻ്റ് അടിച്ച് തെറി വിളിക്കുക, എന്തെങ്കിലും ചെയ്തോ കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് ഓരോ ട്രിക്കുകൾ കിട്ടുമ്പോൾ നമ്മളത് വീഡിയോസായിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യും. അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ചാൻസ് നമ്പറും കാര്യങ്ങളൊക്കെ ഇടാൻ ഇഷ്ടംപോലെ യൂട്യൂബിൽ വേറെ ആൾക്കാരുണ്ട്, അവരിടും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ട്രിക്ക് ഞാൻ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ, പഴയ ലോട്ടറി ടിക്കറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കളയാതെ സൂക്ഷിച്ച് വയ്ക്കുന്നവർക്ക് ചെറിയൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോസിലോട്ട് പോകാം. അപ്പോൾ നമ്മളെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ ലോട്ടറി ടിക്കറ്റുകൾ, പഴയതെന്ന് വെച്ചാൽ അമ്മാതിരി പഴയതൊന്നുമല്ല. ഇതിപ്പോൾ ഈ അടുത്ത ലോട്ടറി തന്നെയാണ്. ഇപ്പോൾ 12/07/2024 ഇത് അവിടെ നിന്ന് നിന്നൊക്കെ കിട്ടിയപ്പോൾ ഞാൻ എടുത്താട്ടോ. അപ്പോൾ അതിൽ പഴയ ലോട്ടറികളിൽ വല്ല ഐഡിയകളൊക്കെ ഉണ്ടോയെന്ന് നോക്കിയപ്പോൾ അതിൽ തന്നെ വല്ലതും ഡാൻസ് ഒളിച്ചിരിപ്പുണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടി നോക്കിയതാണ്. അപ്പോൾ അങ്ങനത്തെ ലോട്ടറികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഡേറ്റ് ആദ്യം നോക്കുക. നിങ്ങൾ 12-ാം തീയതിയാണ്. ഓക്കെ, 12-ാം തീയതി അത് അവിടെ നിൽക്കട്ടെ. നമുക്കിതിൽ അങ്ങനെയുള്ള നമ്പറുകൾ ഇത് മൊത്തം ടോട്ടൽ കൂട്ടുക. ഈ 5 നമ്പർ കൂട്ടിയാൽ മതി. 6ാമത്തെ ഒരിക്കലും കൂട്ടരുത്. 5 നമ്പർ കൂട്ടുക. ഈ 5 നമ്പർ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുക നോക്കാം. മൊത്തത്തിൽ നമുക്ക് കൂട്ടുമ്പോൾ 6 4 10, 10 13, 6 19, 8 27 ആണ്. ഓക്കെ, നമുക്ക് കിട്ടിയ നമ്പർ 27 ആണ്. അപ്പോൾ കറക്റ്റായിട്ട് ഇത് 12-ാം തീയതിയാണ്. 7-ാം മാസം 12-ാം തീയതിയാണ്. അന്ന് ഈ നമ്പർ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് 27-ാം ദിവസം, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ 27 അല്ലെങ്കിൽ 28. അത് നിങ്ങൾ ഈ നമ്പർ വരുന്നല്ല പറയുന്നത്, ഈ 27-ത്തെ 7 ഉണ്ടല്ലോ, ആ 7 ഇവിടെ വരാൻ പോകുന്നത്. അതെങ്ങനെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ 7068, മനസ്സിലായില്ലേ? 7068 അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 7068 അല്ലെങ്കിൽ ഈ നമ്പർ 8067. എന്തായാലും 80-ൽ ബ്ലോക്ക് 27-ാം തീയതി കഴിഞ്ഞിട്ട് 12-ാം തീയതി, ഇതിൽ 12-ാം തീയതിയുടെ ടിക്കറ്റാണത്. നമുക്ക് ടോട്ടൽ കൂട്ടുമ്പോൾ 27 അപ്പോൾ 27-ാം തീയതി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 27-ാം തീയതിയിലാണ് ഈ നമ്പറുകൾ വരിക. ഏതാ വരിക? 8067 അല്ലെങ്കിൽ 7068, മനസ്സിലായി? അല്ലെങ്കിൽ 80-ൽ തുടങ്ങുന്ന ടിക്കറ്റ്. 8067 അല്ലെങ്കിൽ 80 എന്താ പറയുക, 8067 അല്ലെങ്കിൽ 7068. ഓക്കെ, അത് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് 12-ാം തീയതിയിലത്തെ നിർമ്മൽ. ഇതാണല്ലേ. ഇതിൽ ഇപ്പോൾ നമ്മളെടുത്തിട്ടുള്ള ആ ഒരു 3680-ൻ്റെ ഒരു ഇതിലെന്തായാലും അടിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. 3680-ൻ്റെ ബ്ലോക്കൊന്നും ഇതിൽ വന്നിട്ടില്ല. ഓക്കെ, കണ്ടില്ലേ? അതാണ് നമ്മൾ എടുക്കുന്ന ലോട്ടറികൾ ഇതിൽ അടുത്ത് കൂടി പോയിട്ടില്ല എന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ അതിലത്തെ ഡേറ്റ് നോക്കണം. ഇതാണ് 12-ാം തീയതി. ഇവിടെ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞിട്ട് നമ്മൾ 27-ാം തീയതിയിൽ നമ്മൾ കറക്റ്റായിട്ട് പോകണം. അവിടെ നമ്മൾ 27-ാം തീയതി വരുന്നത് കാരുണ്യമാണ്, മനസ്സിലായില്ലേ? 27-ാം തീയതിയിൽ, ഈ 27-ാം തീയതിയിലാണ് ശരിക്കും പറഞ്ഞാൽ എത്ര വരണം? 7068 അല്ലെങ്കിൽ 8067, ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇതിൽ
വന്നിട്ടില്ല. മനസ്സിലായില്ല. എങ്കിലും 80 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പറയാൻ പോകുന്ന കാര്യം കറക്റ്റായിട്ട് മനസ്സിലായില്ല. ഇതിൽ വന്നിട്ടില്ല. 27-ാം തീയതി വന്നിട്ടില്ല. പക്ഷേ 27-ാം തീയതി കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് 28-ാം തീയതി വന്നിട്ടുണ്ട്. മനസ്സിലായി. 28-ാം തീയതി എന്ന് പറയുമ്പോൾ ഒരു ദിവസം കടന്നു. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ 80-67 വരേണ്ടത്. 80-69 പോട്ടെ. ഇവിടെ 80-67 വന്നിട്ടുണ്ട് അല്ലേ. 80-67. ഇത് ഞാൻ ഈ ഒരു ലോട്ടറിയിൽ മാത്രമല്ല, ഞാൻ ഒരുപാട് ലോട്ടറിയിൽ ഞാൻ നോക്കി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആ നോക്കിയ ലോട്ടറികളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അവിടെ ഇവിടെയൊക്കെ കാറ്റും വന്ന് പറന്നു പോയോ എന്നൊരു സംശയമുണ്ട്. ഇനി ഇതൊക്കെ നോക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ ആ ലോട്ടറികളൊക്കെ പോയ സ്ഥിതിക്കാണ് ഞാനിതിൽ ഇങ്ങനൊരു മെത്തേഡ് പറഞ്ഞു തന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോ. ഈ 5 നമ്പർ കൂട്ടി കിട്ടുന്ന നമ്പർ 27 ആണെങ്കിൽ ആ 7 എടുത്ത് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 4 നമ്പർ കിട്ടും. ആ 7 ലാസ്റ്റ് വരുന്ന പോലെ, അല്ലെങ്കിൽ 70 86 68 വരാറ് സാധാരണ. ഞാൻ നോക്കിയപ്പോൾ മിക്ക മറ്റുള്ള നമ്പറുകളൊക്കെ അങ്ങനെയാണ് വന്നത്. പിന്നെ നോക്കിയപ്പോൾ ഇങ്ങനെയും വരുന്നുണ്ട്. അതിന് ശേഷം 80-ൻ്റെ ബ്ലോക്കുകളൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു മെത്തേഡ് ഒന്ന് നോക്കി നോക്ക്. ഇനിയും ലോട്ടറികൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നോക്കിയപ്പോൾ ഒരു നമ്പറാണ് എനിക്ക് കിട്ടിയത്. നമ്പർ 80-40-ൻ്റെ ഒരു നമ്പർ, അതുപോലെ 63-39 കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നമ്പർ അങ്ങനെ നോക്കിയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടിക്കറ്റൊക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചാണ്, പക്ഷെ അത് കാണാനില്ല. ഓക്കെ, അപ്പോൾ ഈ ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക. ഏതിലാണാവോ ഞാനൊരു അങ്ങനത്തെ ഇതൊക്കെ പഴയ ടിക്കറ്റുകൾ ഞാൻ പെറുക്കി കൊണ്ടുവന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പഴയ ടിക്കറ്റിൽ നമുക്ക് ഒരു ഐഡിയ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി അങ്ങനെ നോക്കിയപ്പോൾ. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഐഡിയ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങളിതുപോലെ പഴയ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ ഒന്ന് നോക്കി നോക്കുക. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, ഇതെങ്കിലും നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. ഇതിപ്പോൾ ഞാൻ ഒരെണ്ണത്തിനെ കാണിച്ചു തന്നിട്ടുള്ളൂ. ഒരുപാട് കാണിച്ചു തരുന്നുണ്ട്, പക്ഷേ സമയങ്ങളും വെറുതെ കളയണ്ടല്ലോ. ഒരു ട്രിക്ക് മനസ്സിലായ പിന്നെ കാണിച്ചു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ബൈ ബൈ, സീ യു.